അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു 1/4 കപ്പ് റവ അതിലേക്ക് ഇട്ടെടുക്കുക. ഒന്ന് വറുത്തെടുക്കാൻ. വറുത്തും വറുക്കാതെ ഉണ്ടാക്കാം. ഞാൻ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി അത് ഒഴിവാക്കി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ല നെയ്യാണ്, മിൽമ ആർക്കെയ്യോ നെയ്യ്. ഇനി ഒരു 4 ക്യാരറ്റ് എടുത്തിട്ട് മിക്സിയിൽ പാലൊഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. അതിലേക്ക് 3-4 ഏലക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക, ഇളക്കി കൊടുക്കുക പാല് വറ്റണ വരെ. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടെടുക്കുക. മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് കുറേശ്ശെ ഇട്ടെടുത്താൽ. പഞ്ചസാര ഇടുമ്പോൾ ഒന്നും കൂടി വെള്ളമാവുമല്ലോ. ഇനി ആ റവ അതിലേക്ക് ഇട്ടെടുക്കുക. കുറേശ്ശെ, കട്ടല്ലാതെ കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കുക. റവ അതിൽ കിടന്ന് തന്നെ വേവുമല്ലോ. പഞ്ചസാര പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കുക. കയ്യിൽ വെച്ച് ഉരുട്ടാൻ പാകത്തിലാണ്. ചൂടാറുമ്പോൾ ഒന്നും കൂടി ടൈറ്റാവും. ചൂടാറാൻ വെക്കുക. കയ്യിൽ ഉരുട്ടാൻ പാകത്തെ ചൂടിൽ കയ്യിൽ കുറച്ച് നെയ്യാക്കിയിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി കൊടുക്കുക. ഏത് വലുപ്പമല്ല ബോളാണ് വേണ്ടത്, അതേപോലെ അത്ര വലുപ്പത്തിൽ ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും ഉരുട്ടി കൊടുക്കുക. മുഴുവനായിട്ടും ഇതേപോലെ ഉരുട്ടുക. അങ്ങനെ മുഴുവനായിട്ട് ഉരുട്ടി ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് പാല് വെച്ചെടുക്കുക. 1/2 ലിറ്റർ പാലാണിത്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ്, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി അത് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. അത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇനി പോരാത്ത കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം നോക്കിയിട്ട് പോരെങ്കിൽ മിൽക്ക് മെയ്ഡോ പഞ്ചസാര എന്താ വേണ്ടത് ഇട്ട് കൊടുക്കുക. ഇനി അത് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് തണുത്ത പാലിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ചാലപ്പോൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയാവും. ഇനി 1 ടേബിൾ സ്പൂൺ വനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഇനി കസ്റ്റേർഡ് കുറുകി വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കുക. അധികം ടൈറ്റ് ആവണ്ട, കുറഞ്ഞതിൽ. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ആ ബോൾസ് ഒന്ന് ആവി കയറ്റുക. 10 മിനിറ്റ് ആവിച്ചെമ്പിലിട്ടിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ആവി കയറ്റുക. വേവൊക്കെ പാകമായി. ഇനി തീ ഓഫാക്കുക. ഇനി ആ കസ്റ്റേർഡ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.